3 വർഷത്തിനുള്ളിൽ 7 കൊലപാതകം. പോലീസും ക്രൈംബ്രാഞ്ചും സിബിഐയും തലകുത്തി മറിഞ്ഞിട്ട് പോലും പ്രതിയെ പിടിക്കാൻ കിട്ടിയില്ല. ലാസ്റ്റ് ഒടുവിൽ എങ്ങനെയാണ് പ്രതിയെ പോലീസുകാർ കണ്ടുപിടിച്ചത്? ഇന്ന് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നത് റിപ്പർ ജയാനിന്റെ കൊലകളിലേക്കാണ്. വെൽക്കം ബാക്ക് അലക്സ ബ്ലോഗ്. 2005 ഓഗസ്റ്റ് മാസം 1-ാം തീയതി എറണാകുളം പറയൂർ ഭാഗത്ത് രാത്രികാലത്ത് പോലീസുകാർ പെട്രോളിംഗ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കാഴ്ച കാണുന്നു. വിബ്രേഞ്ചിന് മുമ്പ് രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന ഒരാളെ കാണുന്നു. അവരെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിച്ചെങ്കിലും പോലീസുകാർക്ക് അയാളുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ആ ബാറിലെ സെക്യൂരിറ്റി ജീവനക്കാരനായിരുന്ന സുഭാഷ് എന്ന വ്യക്തിയായിരുന്നു. പെട്ടെന്ന് തന്നെ ആ പ്രദേശത്ത് കൂടെ പ്രതിക്ക് വേണ്ടിയുള്ള അന്വേഷണങ്ങൾ നടത്തിയെങ്കിലും പ്രതിയെ പിടിക്കാൻ സാധിച്ചില്ല. പ്രതിക്ക് വേണ്ടിയുള്ള കാര്യമായുള്ള അന്വേഷണത്തിന് ഇടയ്ക്കാണ് അവരൊരു കാര്യം കാണുന്നത്. വിബ്രേജിന്റെ പുറം ഭാഗം ആരോ കാര്യമായിട്ട് ഇള്ള നിലയിൽ കുത്തിപ്പൊളിച്ചിരിക്കുന്നത്. അന്നേ ദിവസം വിബ്രേജ് അവധിയാണ്. അതുകൊണ്ട് വിബ്രേജിന്റെ ഉള്ളിൽ കാര്യമായുള്ള നിലയ്ക്ക് പണം ഉണ്ടാകുമെന്ന് കരുതി മോഷ്ടിക്കാൻ വന്ന ആളെ മോഷണത്തിന്റെ ഇടയിൽ സെക്യൂരിറ്റി ജീവനക്കാരൻ കണ്ടു. അതുകൊണ്ടാവും ഇത്തരത്തിലൊരു കൊലപാതകത്തിന് ഇടയാക്കിയതെന്ന് പ്രാഥമിക തീരുമാനത്തിൽ പോലീസുകാർ എത്തിച്ചേർന്നു. പ്രതിക്ക് വേണ്ടി പല അന്വേഷണങ്ങളും നടത്തിയെങ്കിലും പോലീസുകാർക്ക് ഈ കേസ് തെളിയിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ലോക്കൽ പോലീസിൽ നിന്ന് ക്രൈംബ്രാഞ്ചിലേക്ക് ഈ കേസ് കൈമാറി. ഇവരും പലതരത്തിലുള്ള അന്വേഷണങ്ങൾ നടത്തിയെങ്കിലും ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രതികളെയോ സാക്ഷികളെയോ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. ഇതിനെല്ലാം കാരണം പോലീസിന്റെ അനാവസ്ഥയാന്ന് പറഞ്ഞ് ജനങ്ങൾ സമരത്തിനിറങ്ങി. ഇങ്ങനെയെല്ലാം പ്രശ്നങ്ങൾ നിലനിൽക്കുമ്പോഴാണ് 2006 ഒക്ടോബർ 3-ാം തീയതി ഇതേപോലെ തന്നെ മറ്റൊരു കൊലപാതകം എറണാകുളത്തെ പുത്തൻവേലിക്കര എന്ന സ്ഥലത്ത് നടക്കുന്നത്. ബേബി എന്ന സ്ത്രീയെ ഇതേപോലെ തന്നെ രക്തത്തിൽ കുളിച്ച് മരിച്ചു കിടക്കുന്ന നിലയിൽ കണ്ടെത്തുന്നു. അവരുടെ കൈ ആരോ അറുത്തുമാറ്റിയിരിക്കുന്നു. അവരുടെ സമീപത്തായ അവരുടെ ഭർത്താവായ രാമകൃഷ്ണൻ അബോധാവസ്ഥയിൽ കിടക്കുന്നു. വളരെയേറെ ക്രൂരമായിട്ടുള്ള കൊലപാതകം തന്നെയാണ് ഇവിടെ നടന്നിരിക്കുന്നത്. പോലീസുകാർ കേസെടുത്ത് അന്വേഷണം നടത്തുമ്പോഴാണ് വീട്ടിലെ വിലപിടിപ്പുള്ള പല സാധനങ്ങളും കാണാതായെന്ന് അറിയുന്നത്. ഇതും ഒരു മോഷണത്തിന്റെ ഇടയ്ക്ക് നടന്നില്ല കൊലപാതകമാണ്, അതും ക്രൂരമായത്. അതുകൊണ്ട് തന്നെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന തൊഴിലാളികളായിരിക്കാം ഈ കൊലപാതകങ്ങളെല്ലാം ചെയ്തതെന്ന് ആദ്യം പോലീസുകാർ സംശയിച്ചു. ആ തരത്തിൽ തന്നെയാണ് അന്വേഷണങ്ങൾ മുന്നോട്ടു പോയിരുന്നത്. എന്നാൽ ഇത് തൊട്ടടുത്ത ജില്ലയായ തൃശ്ശൂരിൽ കുറച്ച് കാലങ്ങളായി നടന്നു വന്നിരുന്ന റിപ്പർ കൊലപാതകങ്ങളിലെ തുടർച്ച മാത്രമായിരുന്നു. ഈ കൊലപാതക പരമ്പരയിലെ ആദ്യത്തെ സംഭവം നടക്കുന്നത് 2003-ലാണ്. തൃശ്ശൂരിലെ മാള പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ജോസ് എന്ന വ്യക്തിയെ ആരോ ഇതേപോലെ തന്നെ തലയ്ക്കടിയേറ്റ് കൊലപ്പെടുത്തിയിരിക്കുന്നു. ആ വീട്ടിൽ നിന്ന് 17,000 രൂപയും പല വിലപിടിപ്പുള്ള വസ്തുക്കളും കാണാതെയായി. ഈ കൊലപാതകവും തീർത്തും ഒരു മോഷണത്തിനിടയിൽ നടന്നതാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള അന്വേഷണങ്ങൾ നടത്തിയിട്ടും പോലീസുകാർക്ക് ഈ പ്രതിയുമായി ബന്ധപ്പെട്ട് യാതൊരു തെളിവും കണ്ടെത്താൻ കഴിഞ്ഞില്ല. നാട്ടുകാർ പലതരത്തിലുള്ള പ്രതിഷേധങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ പോകുമ്പോഴാണ് 2004 മാർച്ച് മാസത്തിൽ മാള പോലീസ് സ്റ്റേഷൻ പരിധിയിൽ മറ്റൊരു കൊലപാതകവും കൂടെ നടക്കുന്നത്. നബീസയും മരുമോളായ ഫൗസിയയും ഇതേപോലെ തന്നെ കൊലപ്പെടുന്നത്. ആ വീട്ടിൽ നിന്ന് 32,000 രൂപയുടെ സ്വർണ്ണാഭരണങ്ങളും മറ്റ് വിലപിടിപ്പുള്ള വസ്തുക്കളും കാണാതെയായി. ഈ വീട്ടിലെ മറ്റൊരു മരുമോളായിരുന്ന നൂർജഹാനും ഇതേപോലെ തന്നെ തലയ്ക്കടിയേറ്റിരുന്നു. എന്നാലും അത്ഭുതകരമായ വിധം പിന്നീട് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. ഈ 2 കൊലപാതകങ്ങളും മോഷണത്തിന്റെ ഇടയിൽ നടന്നെയാണ്. പോലീസുകാർ ശക്തമായ രീതിയിൽ അന്വേഷണങ്ങൾ നടത്തി. ഇവിടെയും പ്രതിയുമായി ബന്ധപ്പെട്ട് യാതൊരു തെളിവും പോലീസുകാർക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. ഇങ്ങനെയിരിക്കെയാണ് ഈ കേസ് സിബിഐയിലേക്ക് കൈമാറുന്നത്. ഇവരും പലതരത്തിലുള്ള അന്വേഷണങ്ങൾ നടത്തിയെങ്കിലും നിരാശ തന്നെയായിരുന്നു ഫലം. 2004 വീണ്ടും ഇതേപോലെയുള്ള കൊലപാതകം നടക്കുകയാണ്. സഹദേവനും ഭാര്യ നിർമ്മലയുമാണ് ഈ പ്രാവശ്യം കൊലപ്പെട്ടത്. ആ വീട്ടിൽ നിന്നും 11 പവൻ സ്വർണവും മറ്റ് വിലപിടിപ്പുള്ള വസ്തുക്കളും കാണാതെയായി. സമാനമായ മറ്റൊരു കൊലപാതകം നടക്കുന്നത് 2005-ലാണ്. വടക്കേക്കരയിലെ ഏലിക്കുട്ടി എന്ന പേരിലെ വൃദ്ധയായ സ്ത്രീയെയാണ് കൊല്ലപ്പെട്ട നിലയിൽ ഈ പ്രാവശ്യം കണ്ടെത്തിയത്. ഇതിനുശേഷം എറണാകുളം ജില്ലയിൽ നടന്ന 2 കൊലപാതകങ്ങളെക്കുറിച്ചാണ് ഇതിന്റെ തുടക്കത്തിൽ നമ്മൾ ആദ്യം പറഞ്ഞത്. ഈ കേസ് പോലീസുകാർക്ക് വലിയൊരു തലവേദന തന്നെയായിട്ട് മാറുകയാണ്. ജനങ്ങളുടെ ഉറക്കം കെട്ടു. ജനങ്ങൾ സമൂഹത്തിൽ വലിയ രീതിയിൽ പ്രതിഷേധങ്ങൾ ഉണ്ടാക്കി. ലാസ്റ്റ് ഒടുവിൽ ജനങ്ങളുടെ തന്നെ സഹായം തേടുകയാണ് പോലീസുകാർ. പ്രതി എന്ന് സംശയിക്കുന്ന ഷിബു എന്ന പേരിലുള്ള ഒരാളെ അറസ്റ്റ് ചെയ്യുന്നു. പല ക്രിമിനലുകളുമായിട്ട് നേരിട്ട് തന്നെ ബന്ധമുണ്ടായിരുന്നു ഇയാൾക്ക്. ചോദ്യം ചെയ്യുന്നതിലൂടെ പല തെളിവുകളും പോലീസുകാർക്ക് കിട്ടി. അങ്ങനെയാണ് തമ്പി എന്ന ഒരു വ്യക്തിയിലേക്ക് എത്തുന്നത്. പല കേസുകളിലും പ്രതിയായിരുന്നു തമ്പി. ആദ്യം തന്നെ പോലീസുകാർ ചെയ്തത് തമ്പിയുമായിട്ട് നല്ലൊരു സൗഹൃദം ഉണ്ടാക്കുകയായിരുന്നു. അതിനുവേണ്ടി തമ്പിക്ക് നിരന്തരം മദ്യം വാങ്ങിക്കൊടുത്തായിരുന്നു.
അങ്ങനെ ഒരു ദിവസം മദ്യപിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുത്തൻ വേലിക്കര ബേബിയുടെ കൊലപാതകത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ തുടങ്ങി വേഷം മാറിയിരിക്കുന്ന പോലീസുകാർ. കൈയെല്ലാം വെട്ടി ഇത്ര ക്രൂരമായിട്ടുള്ള കൊലപാതകം ചെയ്തത് തമിഴ്നാട്ടിനോ അല്ലെങ്കിൽ മറ്റു സംസ്ഥാനങ്ങളിൽ വന്ന തൊഴിലാളികളായിരിക്കുമെന്ന് ഈ വേഷം മാറിയിരിക്കുന്ന പോലീസുകാർ പറഞ്ഞു. പക്ഷേ ഈ ഒരു കാര്യത്തിനോട് തമ്പി ഒരിക്കലും യോജിച്ചിരുന്നില്ല. ഈ ഒരു കാര്യത്തിനോട് പൂർണ്ണമായി എതിർത്തുകൊണ്ട് ഒരു പേര് പറഞ്ഞു: ജയാനന്ദൻ. അന്വേഷണത്തിന്റെ ഒരു നിഴൽ പോലും ആ കുറ്റവാളിയായിരുന്ന ജയാനന്ദന്റെ മേലിൽ തട്ടിയിരുന്നില്ല. പോലീസുകാർ ഉടൻ തന്നെ തമ്പിയെ അറസ്റ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് കൂടുതൽ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി. മദ്യത്തിന്റെ ലഹരി വിട്ടപ്പോഴാണ് തമ്പിക്ക് തനിക്ക് പറ്റിയ അമളിയെക്കുറിച്ച് മനസ്സിലായത്. തമ്പിയെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതിലൂടെ ജയാനന്ദനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭിച്ചു. ഒരു പ്രാവശ്യം തമ്പിയോട് ജയാനന്ദൻ പറഞ്ഞ വാക്ക് അവിടെ എടുത്തു പറയുകയുണ്ടായി: പണത്തിന് വേണ്ടി എന്തും ചെയ്യാം, ആരെയും കൊല്ലാം, മറ്റൊരാൾ അറിയാതിരുന്നാൽ മതി. ഇതും കൂടെ കേട്ടപ്പോൾ പോലീസുകാർക്ക് ജയാനന്ദന്റെ മേലെയുള്ള സംശയം ഒന്നും കൂടെ കൂടി. പോലീസുകാർ തീരുമാനിച്ചു അയാളെ ഒന്നും കൂടെ അടുത്ത് നിരീക്ഷിക്കാൻ. 3 വർഷങ്ങൾക്ക് മുമ്പ് മോഷണക്കേസിന് അകത്തു പോയതാണ്. അതിനുശേഷം നാട്ടുകാരുമായിട്ട് അധികം ബന്ധമൊന്നും വെച്ച് പുലർത്തിയിരുന്നില്ല. ഭാര്യയും മക്കളൊക്കെ ഉണ്ടായിട്ടും പകൽ സമയം വീട്ടിൽ തന്നെയായിരുന്നു ചിലവഴിച്ചത്. ഇതെല്ലാം ആയപ്പോൾ പോലീസുകാർക്ക് ജയാനന്ദന്റെ മേലെയുള്ള സംശയം ഒന്നും കൂടെ കൂടി. പെട്ടെന്ന് തന്നെ ജയാനന്ദനെ കസ്റ്റഡിയിലെടുത്തു. വിശദമായുള്ള ചോദ്യം ചെയ്യുന്നതിലൂടെ പോലീസുകാർക്ക് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ലഭിച്ചത്. മുമ്പ് നടന്ന 7 മൃഗീയ കൊലപാതകങ്ങളും ചെയ്തത് ജയാനന്ദൻ തന്നെയാണ്. വെറും 8ാം ക്ലാസ് മാത്രം വിദ്യാഭ്യാസമുള്ള ആള് വെറും പണത്തിനും സ്വർണത്തിനും വേണ്ടിയാണ് ഈ കൊലകളൊക്കെ ചെയ്തത്. ഈ ക്രൂരമായിട്ടുള്ള കൊലപാതകം ചെയ്യാൻ പ്രചോദനം കിട്ടിയത് സിനിമകളിലൂടെയാണ്. സിനിമകളിലെ മോഷണങ്ങളും കൊലപാതകങ്ങളും ചെയ്യുന്ന കണ്ട് അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയായിരുന്നു സ്വർണത്തിനും പണത്തിനും വേണ്ടി. അതുപോലെ തന്നെ ഫിംഗർ പ്രിന്റ് ഇല്ലാതിരിക്കാൻ വേണ്ടി കൈകളിൽ ഗ്ലൗസ് ഇടുമായിരുന്നു. ക്രൈം നടന്ന സ്പോട്ടിൽ തെളിവുകൾ നശിപ്പിക്കാൻ വേണ്ടി ക്രൈം നടന്ന സ്ഥലത്ത് മണ്ണെണ്ണ തളിക്കുമായിരുന്നു. ആ വീട്ടിലെ ഗ്യാസും തുറന്നിടുമായിരുന്നു. കൊലപാതകം നടത്താൻ വേണ്ടി കമ്പിയും മറ്റുള്ള ആയുധങ്ങളൊക്കെ ലഭിച്ചത് ആ വീട്ടിൻ്റെ പരിസരത്ത് തന്നെ നിന്നായിരുന്നു. ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് പിന്നെ കാണാം.